സാരി കൊണ്ടൊരു അടിപൊളി അനാർക്കലി ലോങ് ഗൗൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഫുൾ ലെങ്ത് എടുത്തില്ല. അപ്പോൾ അനാർക്കലിയുടെ കട്ടിങ് വീഡിയോ ഇട്ട് സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അതിൻ്റെ മുന്താണി വെച്ചിട്ട് യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്കേർട്ടിൻ്റെ പോർഷനും കട്ട് ചെയ്ത ശേഷം ബാക്കി തുണിയോട് ഞാൻ അതിൽ തന്നെ ലൈനിങ് എടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് അധികം ചിലവൊന്നുമില്ല, കാരണം അതിൽ തുണി ബാലൻസ് വരും. അപ്പോൾ അത് വെച്ച് ഫ്രണ്ടിനും ബാക്കിനും യോക്കിനും ലൈനിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എന്തായാലും സൂപ്പറാണ്. ഒരു സാരി ഉണ്ടെങ്കിൽ വേഗം എടുത്തോ. ഇതിനെ കട്ടിങ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റും, വേണ്ടവരെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ചാനൽ കയറി നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ താഴത്തെ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് യോക്കിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം ചേർത്ത് വെച്ച ശേഷം നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലൈനിങ്ങിനും നല്ല വശം. നിങ്ങൾക്ക് ലൈനിങ് തുണി വേറെ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലൈനിങ് തുണി വേറെ മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്ന് തന്നെ തുണി കിട്ടി ബാലൻസ്. അപ്പോൾ പിന്നെ അത് തന്നെ ധാരാളമല്ലേ കണ്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. 2 ഷോൾഡർ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തീരും. മറ്റൊന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പണിയാണ്. അപ്പോൾ ഞാനത് രണ്ടും ജോയിൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അതേ കൊണ്ടുവന്ന് ആദ്യം യോക്ക് നമ്മുടെ മെയിനായിട്ടുള്ള പീസിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് നല്ല വശം മേലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ മറ്റേ ലൈനിങ്ങിൻ്റെ ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച ശേഷം അതെ ഇങ്ങനെ വട്ടത്തിൽ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ കഴുത്തിന് ചുറ്റും അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അടിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാം. നമ്മളത് കഴുത്തടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഞാൻ കഴുത്തിന് ചുറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമുക്കൊരു കത്രിക എടുത്ത ശേഷം ആ തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ലൈനിങ്ങിനെ നമുക്ക് മെയിൻ തുണിയുടെ ഉൾവശത്തോട്ട് തിരിച്ചിടാം. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടോളൂ കേട്ടോ. എളുപ്പത്തിൽ നെക്ക് ചെയ്യാനൊരു മാർഗ്ഗമാണ്. പിന്നെ ഷോൾഡറൊക്കെ നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ക്യാൻവാസൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം അത്രയും താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. പല രീതിയിലും നെക്ക് ചെയ്തെടുക്കാം. ഇപ്പം നോക്കിക്കതേ ഇങ്ങനെ നമുക്ക് ഇത് കണ്ടോ. ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാ വശത്തൊന്നും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ എങ്ങനെയാണ് തിരിക്കാമെന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടതേ ഈ ഒരു ലൈനിങ് പീസിനെ നമുക്ക് ഉൾവശത്തോട്ട് തിരിച്ചിട്ട ശേഷം കഴുത്തിന് ചുറ്റും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. കണ്ടോ. ഇപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റ് ഒന്ന് പതിച്ചടിച്ചിട്ട് വേഗം കൊണ്ടുവരാം കേട്ടോ. കഴുത്തിനെ തുമ്പ് വശത്ത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ അടിച്ചു കൊടുത്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ടിന് 2 പീസ് ഉണ്ടാവും. ഫ്രണ്ട് പീസിന് ഒരെണ്ണം, ബാക്ക് പീസിന് ഒരെണ്ണം. അത് ഇതുപോലെ നോക്കിക്കാൻ നല്ല ഇത് കണ്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കതിപ്പോൾ ഇങ്ങനെ യു പോലെ കിടക്കുന്നതാണ്. അത് നമുക്കിങ്ങനെ വലിക്കുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്കതങ്ങ് യോജിപ്പിച്ച് കൊണ്ടുവരാം ഫ്രണ്ടിലും ബാക്കിലും. ഞാനിപ്പോൾ അത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നമുക്ക് വരും കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്ലീവ് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് 2 സൈഡ് കൂട്ടിയടിക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്കേർട്ട് നമ്മളതിൽ ജോയിൻ ചെയ്തു. ഇനി ഇത് 2 സൈഡും സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത ശേഷം നമുക്കൊന്നുമില്ല, 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 സൈഡും കൂടി കൂട്ടിയടിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അടി മടക്കിയെടുക്കുക. തുണിയുടെ അടി മടക്കിയടിക്കൽ ഒരു പണി തന്നെയാണ് കേട്ടോ. നല്ല വൈഡല്ലേ. അപ്പോൾ അടി മടക്കിയടിക്കൽ ഒരു കുറേ നേരം എടുത്തു. ബാക്കിയൊന്നിനും സമയം എടുക്കില്ലത്. ഇങ്ങനെ നമുക്ക് തയ്ച്ചു വരാം. പിന്നെ ഇതിൻ്റെ 2 സൈഡ് ബോർഡർ കാണും കേട്ടോ. ബോർഡർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു വിഡ്ത്തൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതേ ഫൈനൽ ലുക്ക് കാണിച്ചിട്ട് എല്ലാം ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കട്ടിങ് വീഡിയോ ആണ് കാണേണ്ടത്. കട്ടിങ് വീഡിയോ കണ്ട് നോക്കാം. എന്നിട്ട് സ്റ്റിച്ചിങ് കാണാം. ഇതുണ്ട് നല്ല ഫ്ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെയർ ആണ് കണ്ടോ. ഇതിങ്ങനെ നിൽക്കും. ശരിക്കും ഒരു അനാർക്കലി സർക്കിൾ ഗൗൺ എന്ന് പറയാം, സർക്കിൾ ടോപ്പ് എന്ന് പറയാം. ഞാൻ ഫുൾ ലെങ്ത് എടുത്തില്ല. ഫുൾ ലെങ്ത് എടുക്കാൻ തോന്നിയില്ല, എന്നിട്ട് എടുത്തില്ല. ഇതുണ്ട് അത് ഇങ്ങനെ നോക്കുക. അതായത് മേൽവശത്ത് ഇങ്ങനെ അധികം ഉണ്ടാവില്ല, താഴ്വശത്ത് ഇങ്ങനെ കുറേ ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു സംഭവം. അത് നല്ല ഫിറ്റിങ്ങിലാണ് കിടക്കുന്നത്. കണ്ടത് എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ഫിറ്റിങ്സിലാണ് കിടക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് അധികം ഫ്ലെയർ കാണില്ല, താഴെയാണ് ഫ്ലെയർ ഉണ്ടാവാം. അതുപോലെ തന്നെ നോക്കി കൈക്കുഴിയൊക്കെ നോക്കിക്കുക, ഒട്ടും ചുരുക്കില്ല, നല്ല ഫിനിഷിങ് ആണ്. സ്ലീവ് ആണെങ്കിലും കൈക്കുഴി ആണെങ്കിലും ചെസ്റ്റിൻ്റെ പോർഷനൊക്കെ ആണെങ്കിൽ ഒട്ടും ലൂസില്ല. അപ്പം നിങ്ങൾക്ക് ഇത്
ഇതുപോലെ തയ്ച്ച് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് സാരി അയച്ചെന്നാൽ ഞാൻ തയ്ച്ച് തരുന്നതായിരിക്കും. വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.